ഹലോ ഗൈസ്, ഇപ്പോൾ ഇതൊരു സ്പൈഡർമാൻ തീം കേക്കാണ് കേട്ടോ. സ്പൈഡർമാൻ തീം കേക്ക് കസ്റ്റമർ തന്നതാണ്, റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ കേക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. 1 kg നമ്മൾ കേക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കേക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കളർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ഏത് കളറാണ്, ഇത് ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് വന്നിട്ട് മാജിക് ആണ് കേട്ടോ. അതായത് മാജിക്കിലുള്ള കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് ഈ 4 കളേഴ്സ് ഇപ്പോൾ ആവശ്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. ഇത് വന്നിട്ട് മാജിക്കിൽ ബസൂക്ക പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. പിന്നെ മാജിക് റെഡ്, പിന്നെ അതുപോലെ റൈഡിയൻറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ, നേവി ബ്ലൂ, അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് കളേഴ്സ്. അതായത് ബ്ലൂവിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്, പിങ്കിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്, റെഡിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും മാജിക്കിൻ്റെ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ. എപ്പോഴും, അതായത് ഞാൻ 6 വർഷത്തോളമായിട്ട് ഞാൻ മാജിക്കിൻ്റെ ബ്രാൻഡ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ എപ്പോഴേക്ക് ഇടയിലൊക്കെ ഞാൻ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്നാലും മാജിക്കിൻ്റെ കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാൻ വേറെ കളേഴ്സ് ആക്കാറുള്ളൂ. എനിക്ക് കൂടുതലും മാജിക്കിൻ്റെ ബ്രാൻഡാണ് ഇഷ്ടപ്പെട്ട ബ്രാൻഡ്. ഓക്കെ, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇൻഷാല്ലാ നമ്മൾ ഇടുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സ്പഞ്ചിൻ്റെ വീഡിയോ ആണ് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ലാ എന്തായാലും ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മളെ കേക്കിൻ്റെ ഏകദേശം ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ ഇപ്പുറത്ത് ടവർ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഉമ്മയുടെ വേറെ എനിക്ക് 2 വർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ, അത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഈ ഒരു ചോക്ലേറ്റ് വർക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ വിചാരിച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് നല്ലൊരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെമ്മിനെക്കാട്ടിലും, നമ്മൾ വാങ്ങിയ ഡെമ്മിനെക്കാട്ടിലും വലുപ്പം കൂടുതലാണ് എന്ത്, നമ്മൾ മേടിച്ച മഞ്ച്. അപ്പോൾ ഈ ഒരു മഞ്ച് ഭയങ്കര വലുപ്പമായി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് കടക്കാർ തിരിച്ചെടുക്കുമോ എന്നുള്ളൊരു പേടി. പക്ഷേ അവർ തിരിച്ചെടുത്തു കേട്ടോ. ഞാൻ ആ ഒരു 10 രൂപയുടെ മഞ്ച് മാറ്റിയിട്ട് ആ ഒരു റേറ്റിന് 5 രൂപയുടെ മഞ്ച് തരാൻ പറഞ്ഞു. അപ്പോൾ അവർ കുഴപ്പമില്ല, അവരങ്ങനെ റിട്ടേൺ എടുത്തു. പിന്നെ 10 രൂപയുടെ മഞ്ച് എനിക്ക്, ഞാൻ സാധാരണ മഞ്ച് അങ്ങനെ മേടിച്ച് കഴിക്കാറില്ല. 5 രൂപയുടെ മഞ്ചാണ് എപ്പോഴേലും മേടിക്കാറുള്ളൂ. 10 രൂപയുടെ മഞ്ച് ഇതുവരെ മേടിച്ചിട്ടില്ല ഞാൻ. എന്നാലും എനിക്ക് ഏകദേശം ഒരു കണക്കുണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ ഇത്രയും വലുതാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. കാരണം എൻ്റെ ഡെമ്മിന് അത്യാവശ്യം വലുപ്പമുണ്ട്. ആ ഒരു വലുപ്പം തന്നെ കിട്ടുമെന്ന് വിചാരിച്ച്. പക്ഷേ അങ്ങനെ നമ്മളത് മാറ്റിയിട്ടുണ്ട്. ഞാൻ പിന്നെ എന്തൊരു പരിപാടി ചെയ്യാൻ നിന്നാലും എന്തെങ്കിലും ഒരു പണി എനിക്ക് ഇടയിൽ കൂടെ കയറി വരും. അത് നേരല്ലാത്ത നേരത്തായിരിക്കും ഗൈസ് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പണി കിട്ടുക കേട്ടോ. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ടവർ വന്നിട്ട് കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മഞ്ചും കിറ്റ്കാറ്റൊക്കെ ആക്കിയത് കേട്ടോ. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാട്ടിലും അടിപൊളിക്ക് കൊടുക്കാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്ന റെഫറൻസ് പിക്കിനെക്കാട്ടിലും അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ടവർ കേട്ടോ. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ടവറിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ 2 സൈഡിൽ ഫ്ലവേഴ്സ് വെക്കേണ്ടായിരുന്നു. അപ്പോൾ ഒരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഫ്ലവറും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റിൽ വരുന്ന ഫ്ലവറുമാണ് നമ്മൾ 2 സൈഡിലും വെച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ ഈ ഒരു കിറ്റ്കാറ്റിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ടവർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതാണ് ഞാൻ വേറെ 2 വർക്കും കൂടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നില്ല, അത് ഇതാണ് കേട്ടോ, ഈ ഒരു കേക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.